കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചപ്പോൾ നാട്ടുകാരുടെ അഭയകേന്ദ്രം 2 വീടുകളായിരുന്നു. മുല്ലക്കുന്നേൽ ജോണിയുടെയും കടവൂർ സണ്ണിയുടെയുമായിരുന്നു ആ വീടുകൾ. സ്വന്തമെന്ന് കരുതിയതെല്ലാം ഒലിച്ചു പോകുന്നത് ഒരു നുറുങ്ങുവെട്ടത്തിൽ കണ്ടത് അവർ ഈ വീടുകളിലിരുന്നായിരുന്നു. വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ അതേ സമയത്താണ് വിലങ്ങാടും ഉരുൾപൊട്ടിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറുതും വലുതുമായ നിരവധി ഉരുളുകൾ കുത്തിയൊലിച്ചു. വീടുകളും കൃഷിയിടങ്ങളും ഇല്ലാതായെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത്. ദുരന്തത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണം ഈ വീടുകളായിരുന്നു. നീർച്ചാലുകളിൽ വെള്ളം കുത്തിയൊലിക്കാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ 50-ലധികം കുടുംബങ്ങൾ ആദ്യം സണ്ണിയുടെ വീട്ടിലെത്തി. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്ന കണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ട് നിർത്തി. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ സത്യമായിട്ടും പറയാം. കാരണം പിന്നീട് വന്ന ഉരുളൊക്കെ നമുക്ക് ഭയാനകമായ രീതിയിലായിരുന്നു. 12 കുഞ്ഞു മക്കളുണ്ടായിരുന്നു, 85 വയസ്സ് പ്രായമുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് വീട് കൊണ്ട് രക്ഷപ്പെട്ടു. വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ലൈറ്റ് ഓൺ ചെയ്തിട്ടു. അപ്പോൾ ഈ വെള്ളം വരുന്നതും ഉരുൾ പൊട്ടിപ്പോകുന്നതും മാഷ് പോകുന്നതും ഒക്കെ നേരിൽ കാണാൻ പറ്റി. വെള്ളവും ചെളിയും കല്ലുകളും വീട്ടിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയതോടെ ശ്വാസമടക്കി പിടിച്ചവർ തൊട്ടടുത്തുള്ള ജോണിയുടെ വീട്ടിലെത്തി. ഒരു 300 മീറ്റർ അകലെ ആദ്യ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ എല്ലാ വീടുകളിൽ നിന്നും മാറണം, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് 14ഓളം വീടുകൾ ഈ പൂർണ്ണമായി നശിച്ചിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. സണ്ണിയുടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ അവരെല്ലാം ഈ വെള്ളത്തിൽ കൂടി ചാടി എൻ്റെ വീട്ടിൽ വന്നു. ഈ 24 മണിക്കൂർ, അതായത് 2 ദിവസത്തോളം ഇവിടെയായിരുന്നു അവർ താമസിച്ചത്. അതിലെനിക്ക് അഭിമാനം തോന്നുന്നു. ജാതിയോ മതമോ രാഷ്ട്രീയോ നോക്കാതെയുള്ള മലയാളിയുടെ മനുഷ്യത്വത്തിന് കൂടിയാണ് അന്ന് വിലങ്ങാട് സാക്ഷിയായത്. സണ്ണിച്ചേട്ടനും ജോണിച്ചേട്ടനും 50ഓളം കുടുംബങ്ങൾക്ക് അഭയകേന്ദ്രം ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ വിലങ്ങാട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കിയാനെ. കിടപ്പാടവും ഉപജീവന മാർഗവും നഷ്ടമായപ്പോഴും ജീവൻ തിരികെ കിട്ടിയതിൽ മാത്രമാണ് ഇവർക്ക് ആശ്വാസം. പ്രജ്വൽ സുരേഷിനും അഖിൽ കക്കോടിക്കുമൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.